കേരള സർവകലാശാലയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കൊല്ലത്തെ SFI ജില്ലാ കമ്മിറ്റിയുടെ പ്രകടനം തുടരുകയാണ്. വിവരങ്ങളുമായി അരുൺരാജാണ് ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിംഗ്. പ്രതിഷേധം അവിടെ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. കൊല്ലത്തെ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. SFIയുടെ പ്രവർത്തകർ ഇതിനോടകം തന്നെ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം കടന്നിരിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്തെ പോലീസ് നടപടി, അതുപോലെ തന്നെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ ഇവരുടെ നടപടി അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. SFIയുടെ ഇന്ന് നടത്തിയ, അത് സർവകലാശാല ആസ്ഥാനത്തടക്കം നടത്തിയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. മോഹൻ കുന്നുമേലിന്റെ കോലമടക്കം കത്തിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പ്രദേശത്ത് റോഡ് ഉപരോധിക്കുന്നത്. SN കോളേജ് ജംഗ്ഷനിൽ ഇപ്പോൾ റോഡ് ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ 20 മിനിറ്റിലധികമായി SFIയുടെ പ്രതിഷേധത്തിന് കൊല്ലം സാക്ഷിയാകുകയാണ്. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വീണ്ടും ഈ പ്രദേശത്തേക്ക് തന്നെ ഈ സമര സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം. ഈ ഓരോ പ്രവർത്തകരെയായി നേരത്തെ പോലീസിന്റെ വലിയ സന്നാഹമടക്കം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ പ്രതിഷേധത്തെ ഇപ്പോൾ നേരിടുന്നതിന്, ഈ റോഡ് ഉപരോധം അടക്കം മാറ്റുന്നതിന്, SFIയുടെ പ്രതിഷേധമടക്കം മാറ്റാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുന്നത്. എന്തായാലും അവർ നേരത്തെ തന്നെ പറഞ്ഞത്, സർവകലാശാല ആസ്ഥാനത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടി അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് നീതീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ്. മറ്റൊന്ന്, വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളതാണ് SFIയുടെ നിലപാട്. എന്തായാലും SFI സമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കേരള സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൽ നിന്ന് വ്യക്തമാകുന്നതിലും. പോലീസ് പണിപ്പെട്ട പ്രവർത്തകരെ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതെങ്കിലും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക്, അത് പോലീസ് ക്യാമ്പിലേക്ക് അടക്കം, പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം മാറ്റുകയാണ്. എന്തായാലും കഴിഞ്ഞ 15 മിനിറ്റിലധികമായി ഈ പ്രദേശത്ത് SFIയുടെ നേതൃത്വത്തിൽ SFIയുടെ പ്രതിഷേധമടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ SFIയുടെ പ്രവർത്തകർ അത് പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. SFI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ അടക്കം തിരിച്ച് ഈ സമര സ്ഥലത്തേക്ക് അടക്കം തിരിച്ചു വരുന്ന കാഴ്ച അടക്കമുണ്ട്. എന്തായാലും SFI പ്രതിഷേധം ക്യാമ്പസുകളിലേക്ക് അടക്കം വ്യാപിപ്പിക്കുകയാണ്. എല്ലാ ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നില്ല. സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിച്ച്, സമരം സംഘടിപ്പിച്ച് SFI സഹാക്കളെ ബോധപൂർവ്വം മർദ്ദിക്കുകയും അതിന്റെ ഭാഗമായി സമരപന്തൽ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ കേരള സർവകലാശാലയിലുള്ള മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കാൻ വേണ്ടി SFI തീരുമാനിച്ചിട്ടുണ്ട്. SFI നാളെ ക്യാമ്പസുകൾ, കേരള സർവകലാശാല ക്യാമ്പസുകൾ പഠിപ്പ് മുടക്കിയായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ള സൂചന കൂടി SFIയുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകിയത്. എന്തായാലും മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് SFI.